പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പരിപ്പില്ലാതെ ടേസ്റ്റിയായ ഒരു പരിപ്പ് കറി വയ്ക്കാം. അതിന് വേണ്ടി ഒരു മത്തങ്ങ, ഒരു കഷ്ണം മത്തങ്ങയും 2 കായും, അവിയലൊക്കെ വെക്കുന്ന സാധാരണ കായും ഒരു മത്തങ്ങയും ഒരു കഷ്ണം മത്തങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മത്തനും കായും വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയിൽ ഒരു എരിവിനനുസരിച്ച് 4-5 പച്ചമുളക്, മുളക് പൊടി വേണ്ട, പച്ചമുളകാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്ന പച്ചമുളക്. നമ്മൾ സാധാരണ പരിപ്പിന് അരയ്ക്കും പോലെ തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വടി അരച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ അതിൽ വേവിച്ചപ്പോൾ ചേർത്തത് കൊണ്ടാണ് അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ഇത് നല്ലതുപോലെ വെന്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഈ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ഇതുപോലെ ആക്കുമ്പോൾ ഇതെല്ലാം നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞ് വരും. ഈ കൂട്ടെല്ലാം നല്ലതുപോലെ ഉടച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കായാലും മറ്റ് പലഹാരങ്ങളുടെ കൂടെയായിട്ടും ഒരു പരിപ്പ് കറിയായിട്ട് ഉപയോഗിക്കാം. ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അത് പരിപ്പില്ലാതെ തന്നെ നമുക്കൊരു പരിപ്പ് കറി, ടേസ്റ്റിയായ പരിപ്പ് കറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കഷ്ണം മത്തനും ഒരു കായുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാം. ചോറിനൊപ്പം കറിയൊന്നും ഇല്ലായിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് കറി തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടമാകും, ടേസ്റ്റിയാണ്. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കൂടി താളിച്ചൊഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പരിപ്പ് കറിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുവേണ്ടി കുറച്ച് ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുവും ഇത് മൂന്നും കൂടി നല്ലതുപോലെ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ പരിപ്പ് കറി പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്കൊരു പരിപ്പില്ലാതെ ഒരു പരിപ്പ് കറി വയ്ക്കാൻ പറ്റും. പരിപ്പില്ലെങ്കിലും പരിപ്പ് കറി ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി ഉള്ളിയൊക്കെ ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കുക. മൂത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഉള്ളി അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഒന്ന് കടുവും കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളിയെല്ലാം ഇതുപോലെ നല്ല ചുമന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് കറിയിൽ. അങ്ങനെ ടേസ്റ്റിയായ പരിപ്പ് കറി ഇവിടെ തയ്യാറായി. ഇതുപോലെ എല്ലാ കൂട്ടുകാരും ഒന്ന് വെച്ച് നോക്കണം. ചോറിനായാലും മറ്റു പലഹാരങ്ങളുടെ കൂടെയായാലും നമുക്ക് പരിപ്പില്ലെങ്കിലും ഇതുപോലെ പച്ചക്കറികൾ വെച്ച് ഈ ഒരു കഷ്ണം മത്തങ്ങയും ഒരു കായും വെച്ച് നമുക്കിതുപോലെ ഒരു ടേസ്റ്റിയായ പരിപ്പ് കറി വയ്ക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.